ഈ പേരെങ്ങനെ വന്നു എന്നുള്ളത് അറിയാമോ? മുളന്തുരുത്തി എന്ന പേരെങ്ങനെ വന്നു? ആർക്ക് പറയാൻ കഴിയും? മുളന്തുരുത്തി എന്ന സ്ഥലത്തിന് സ്ഥലനാമങ്ങളുടെ സംഭവമല്ല. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഏതാ? ഹിമാലയത്തിന്റെ മുകളിലോ? അവിടെ വെച്ച് പേരിട്ടാ അങ്ങനെയാണോ ഐതിഹ്യം? മുളന്തുരുത്ത്, മുളകളുടെ തുരുത്ത്, മുളകളുടെ തുരുത്താണ് അല്ലേ? ഓക്കെ, അത് കിട്ടിയല്ലോ ഒരു ഐഡിയ ഇല്ലേ? മുളന്തുരുത്തി. ഓക്കെ, ഞാൻ ചോദിച്ചത് നിർത്തിയില്ല. എന്തായാലും ഇനോഗ്രേഷന് വരാൻ സാധിച്ചത് വളരെ സന്തോഷം. ഇവരുടെ ഓണർഷിപ്പിലാണ് ഓൾമോസ്റ്റ് ബെസ്റ്റ് ബേക്കേഴ്സ് എന്നൊരു 65 ബ്രാൻഡിൽ പറഞ്ഞ സ്ഥിരം കസ്റ്റമറാണ് നിങ്ങളുടെ. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഗീ കേക്ക് വാങ്ങിച്ച് കഴിച്ച് അതാണ് ഞാൻ ശരീരത്തിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഫില്ലേഴ്സും ബുൾട്ടോക്സും ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ ഗീ കേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഇനോഗ്രേഷന് വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. അവരുടെ ഒരു എല്ലാ സ്ഥാപനങ്ങളുടെയും ക്രെഡിബിലിറ്റി ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇതുവരെ ഭക്ഷണം തരുന്ന ക്രെഡിബിലിറ്റി ഒരു വലിയ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ഭക്ഷണം നമുക്ക് വേണ്ടി തരുന്ന ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാം അല്ലേ? കാരണം ഭക്ഷണം കഴിച്ചിട്ടാണ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈവൻ 65 സ്റ്റോഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രശ്നമില്ലാത്ത പലഹാരങ്ങൾ ഒക്കെ തന്ന ഒരു ബേക്കേഴ്സാണ് ബെസ്റ്റ് ബേക്കേഴ്സ്. എനിക്കൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിൽ ആർക്കും ഒരു എതിരഭിപ്രായമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു സംരംഭമാണ് ഈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മാക്സിമം പൈസയൊക്കെ കുറച്ച് അല്ലേ, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ, കാരണം സ്വർണ്ണത്തിന് നല്ല വിലയുണ്ടല്ലോ, ഒട്ട് കുറക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് നല്ല രീതിയിൽ നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് കാലം എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിഹാര ബൈ തിരുക്കൊച്ചി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡയമണ്ടിൻ്റെ സെക്ഷനാണോ? ഓക്കെ, നിഹാര മോളാണ് അല്ലേ? നിഹാര മകളാണ്, ധ്യാനാണ് മോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും. എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.